ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി നാളെ ഏതൊക്കെ രീതിയിൽ മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ഏതാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഡെയിലി ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട് എന്ന് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിലെ ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ലാസ്റ്റ് 3 ഡേയ്സിലെ കഴിഞ്ഞ 3 ദിവസത്തിലെ ആ ഒരു ക്യാൻഡിൽസ്റ്റിക് അനാലിസിസ് നോക്കുന്ന സമയത്ത്, ഡെയിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ്റ്റിക് അനാലിസിസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഒന്ന് ആ ഒരു അപ്പർ വിക്ക് വളരെ വലുതാണ്. അപ്പർ വിക്ക്, അതായത് ക്യാൻഡിലിന്റെ മുകളിലത്തെ ആ ഒരു വിക്ക് എന്ന് പറഞ്ഞത് വളരെ വലുതും, ബോഡി നോക്കുവാണെങ്കിൽ വളരെ ചെറുതുമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ബോഡി നോക്കുവാണെങ്കിൽ വളരെ ചെറുതാണ്. സോ ദാറ്റ് മീൻസ് ഈ ഒരു ലെവൽ നമുക്കറിയാം 50,000 ലെവലാണ്, ഒരു സൈക്കോളജിക്കൽ നമ്പർ കൂടിയാണ് 50,000 ലെവൽ. സോ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് സ്ലോലി റിജക്ഷൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് 3 ദിവസമായിട്ട്. സോ ദാറ്റ് മീൻസ് മേ ബി ബാങ്ക് നിഫ്റ്റി ഒരു ബേറിഷ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ തരാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് അതൊന്നും കൺഫേം അല്ല. കൺഫേം ആകണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ വെയിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലൊക്കെ വന്ന് ഒരു സ്ട്രക്ചർ ചേഞ്ചസ് കണ്ടാൽ മാത്രമേ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ, ബിക്കർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു കറക്ഷൻ, അതായത് ഒരു ഡൗൺ സൈഡ് വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ ഇൻട്രാഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി, എൻ്റെ ഫേവറേറ്റ് ടൈം ഫ്രെയിം ആയ 3 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോയി. അപ്പോൾ ലാസ്റ്റ് 3 ഡേയ്സിലെ പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ, നമ്മൾ നോക്കുവാണെങ്കിൽ അപ്സൈഡ് മൂവ്, ഡൗൺ സൈഡ് മൂവ്, അപ്സൈഡ് മൂവ്, ഡൗൺ സൈഡ് മൂവ്. സോ ഈ ഒരു സ്ട്രക്ചറിലാണ് ബാങ്ക് നിഫ്റ്റി നടക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ക്ലിയർ ട്രെൻഡ് നമുക്ക് അവിടെ ഇല്ല. ഇതിന്റെ മുകളിൽ സെല്ലേഴ്സ് ഉണ്ട്, ഇതിന്റെ താഴെ ബയേഴ്സ് ഉണ്ട്. അവർക്ക് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ ആരാണ് പ്രോഫിറ്റ് എടുക്കുക, അല്ലേ? യാതൊരു ഒരു ക്ലിയർ ഡയറക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആരാണ് പ്രോഫിറ്റ് എടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓപ്ഷൻ സെല്ലറാണ്. പ്രീമിയം ഓൾസോ വളരെ ഹൈയിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സെല്ലറിന് ഇതുപോലുള്ളൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് മാർക്കറ്റാണ്. അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാനൊരു ഡയറക്ഷണൽ ട്രേഡർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ നാളെ മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഇന്ന് ആ ഒരു സെല്ലിംഗ് നടന്ന ആ ഒരു ഏരിയ, ഈ ഒരു ഏരിയനെ നമ്മൾ എന്താണ് പറയുന്നത്, സപ്ലൈ സോൺ, അല്ലേ? അവിടെ നിന്നാണ് ഇന്ന് ആ ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തത്. സപ്ലൈ മീൻസ് ആ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവിടെ നിന്നാണ് ആ ഒരു വി ഷേപ്പ് റിവേഴ്സിൽ നമുക്ക് അവിടെ കാണാം. ആ ഒരു വി ഷേപ്പ് റിവേഴ്സിൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് സപ്പോർട്ട് സോൺ. സപ്പോർട്ട് ഒന്ന് നോക്കുവാണെങ്കിൽ, ഒന്ന് ഇതിന്റെ താഴെയുള്ളത് ഈ ഒരു ഏരിയ ആണ്. പിന്നെ ഒന്ന് ഉള്ളത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു സപ്പോർട്ട് സോൺ, ഇന്നത്തെ ആ ഒരു ക്ലോസിംഗ് പ്രൈസ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ, ഇന്നത്തെ ആ ഒരു ലോ പോയിന്റ് ഞാൻ ഏകദേശം ഈ ഒരു ഏരിയ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഒരു മൈനർ സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. മേജർ സപ്പോർട്ട് ഒന്ന് ഇത്, മേജർ റെസിസ്റ്റൻസ് ഒന്ന് ഇത്, റെസിസ്റ്റൻസ് സോൺ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് ഏതൊക്കെ രീതിയിൽ മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലിന്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഓപ്പൺ ചെയ്ത് വിചാരിക്കുക, ഗ്യാപ്പ് അപ്പായിട്ട് ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സോണിന്റെ ഉള്ളിൽ നിന്ന് താഴോട്ടോ അപ്സൈഡോ മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് അവിടെ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്യുന്നത് ഒരു നോ ട്രേഡിംഗ് സോൺ ആയിട്ടാണ്. പേഴ്സണലി എനിക്ക് ആ ഒരു ലെവലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് എടുക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. കാരണം കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഇവൻ പ്രൈസ് ആക്ഷൻ ലെവൽസോ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ള സമയത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലൈവ് മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക നോ ട്രേഡിംഗ് സോൺ എന്നുള്ളത്. അങ്ങനെ ഒരു സോൺ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഈ ലെവലിന്റെ താഴോട്ട്, അതായത് ഈ ലെവലിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഈ ലെവലിന്റെ താഴോട്ട് ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ, ഈ ലെവൽ ഏകദേശം എത്രയാണ്, 49,700 ലെവൽ, 49,700 ലെവൽ ബ്രേക്ക് ഡൗൺ നടക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി പുട്ട് ഓപ്ഷനിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ടാർഗറ്റ് വളരെ അടുത്തായിട്ടുള്ള വളരെ ചെറിയൊരു ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെ ബാങ്ക് നിഫ്റ്റി വരാം. അങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ നമുക്കൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പുട്ട് ഓപ്ഷനിൽ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്, അല്ലെങ്കിൽ നാളത്തെ ട്രെൻഡ് നിഫ്റ്റിയും താഴോട്ട് പോകുന്നു, ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് പോകുന്നു, മൊത്തത്തിലൊരു സെല്ലിംഗ് മൊമെന്റം നമുക്കുണ്ടെങ്കിൽ, സെല്ലിംഗ് മൊമെന്റം വിത്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു പ്രോപ്പർ ഡൗൺ ട്രെൻഡിന്റെ മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു ലോവർ ലോ ഫോർമേഷനും കൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ 2 ഓപ്പർച്യൂണിറ്റി മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ താഴോട്ട് വരുന്ന സമയത്ത് ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ്, ആൻഡ് ഇതിന്റെ താഴോട്ട് ആ ഒരു ട്രെൻഡ് കൺഫേം ആണെങ്കിൽ മാത്രം, ട്രെൻഡ് ഒരു ഡൗൺ ട്രെൻഡ് ആണ് ആൻഡ് ഈവൻ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കൂടി നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് മാർക്കറ്റ് ഇൻട്രാഡേ. അതായത് ഇവിടെ ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ എവിടെ ഓപ്പൺ ചെയ്താലും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ മേ ബി
അപ്സൈഡിലോട്ട് മൂവ്മെന്റ് മേ ബി നടത്താം. മേ ബി ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരുണ്ടാവും, ഈ ഒരു സപ്ലൈ സോണിൽ നിന്നൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരുണ്ടാവും, സെല്ല് ചെയ്ത് പൊസിഷനിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവിടെയാണ് കുറച്ച് ലിക്വിഡിറ്റി ഉള്ളത്. ലിക്വിഡിറ്റി മീൻസ് അവിടെയാണ് അവരുടെ സ്റ്റോപ്പ് ലോസസ് ഉണ്ടാകുക. ചിലപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് പോകാം. ബട്ട് ഓവറോൾ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ 2 ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. അതും പുട്ട് ഓപ്ഷനിൽ ഈ ലെവലിൻ്റെ താഴെ ആൻഡ് ഈ ലെവലിൻ്റെ താഴെ. ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ, അതായത് ഈ ലെവലിൻ്റെ ഉള്ളിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോ ട്രേഡിംഗ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോ ട്രേഡിംഗ് സോണായിട്ട് മാർക്ക് ചെയ്തു. ആൻഡ് നിഫ്റ്റിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് ബാങ്ക് നിഫ്റ്റി പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, നെക്സ്റ്റ് നാളെ ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ ദെൻ ഫ്രൈഡേ, 2 ദിവസം കൂടി ഒന്ന് ക്ഷമിക്കുക. അപ്പം നെക്സ്റ്റ് വീക്ക് മുതൽ ഈ ഒരു വീക്ക് മേ ബി ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ വീക്ക് ആയിരിക്കാം. അല്ലെ, മൺഡേ സ്റ്റാർട്ട് മുതൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ സേവ് ചെയ്യുക, നല്ല ദിവസങ്ങൾ. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് നമുക്കറിയാം മാർക്കറ്റിൽ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് നെക്സ്റ്റ് വോളറ്റൈൽ മാർക്കറ്റ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് നല്ല കൺവിക്ഷനോട് കൂടിയുള്ള, നല്ല സ്ട്രക്ചറോട് കൂടിയുള്ള മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, അതും ഈ ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിം അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.